വെൽക്കം ടു അവർ ചാനൽ 1985 V5. ഇന്ന് ഒരു കുക്കറി വീഡിയോ ആയാലോ? ഫിഷ് ബിരിയാണി തന്നെ ചെയ്യാം. ഫിഷ് ബിരിയാണിക്ക് മീനാണ് പ്രധാനം. എന്നാൽ പിന്നെ അത് വാങ്ങാൻ പോയാലോ? അവിനി, അമ്മമ്മേൻ്റെ ഫിഷ് ബിരിയാണി ഇഷ്ടമാണോ? നമുക്ക് ചെയ്തു നോക്കാം. ഉണ്ടാക്കിയാലേ മോള് തന്നെ ടേസ്റ്റ് ചെയ്യണം. ഇനി കുക്കിംഗ് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ മീൻ നന്നായി കഴുകി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ചേർത്ത് നന്നായി മാരിനേറ്റ് ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞ് നമുക്ക് മസാലയ്ക്ക് വേണ്ട ഉള്ളി, പച്ചമുളക്, ഇഞ്ചി എല്ലാം തയ്യാറാക്കാം. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് ഫിഷ് സ്റ്റോക്ക്, വലിയുള്ളി, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ചതച്ചത്, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കിസ്മിസ്, കാഷ്യൂനട്ട്, കുറച്ച് ക്യാരറ്റ്, ബേ ലീവ്സ്, മല്ലിച്ചപ്പ്, പുതിന, ചെറുനാരങ്ങ നീര്, വെളിച്ചെണ്ണ, നെയ്യ്. ഇനി അടുത്തതായി ഒരു ഫ്രൈങ് പാൻ അടുപ്പത്ത് വെച്ച് മീൻ വറുത്തെടുക്കാം. രശ്മി അമ്മമ്മ, ഫിഷ് കൊറേ ഡ്രൈ ആക്കണ്ട. ഞാൻ ബിരിയാണി റൈസ് തയ്യാറാക്കാം. അതിനുവേണ്ടി ആദ്യം അരി ഒന്ന് വറുത്തെടുക്കാം. അരിയുടെ അളവിന്റെ ഇരട്ടി വെള്ളം നന്നായി തിളപ്പിച്ച് വെക്കാം. അരി വറുത്ത് കഴിഞ്ഞാൽ ഈ വെള്ളം അതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി വെള്ളം വറ്റി വരുമ്പോൾ അടച്ചു മൂടി വെക്കാം. മല്ലിച്ചപ്പ്, പുതിന ചേർക്കാം. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ട മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യിട്ട് അരിഞ്ഞു വെച്ച് വലിയുള്ളി ഇട്ട് ആദ്യം നന്നായിട്ടൊന്ന് വഴറ്റാം. വഴന്ന് വരുന്നതിനനുസരിച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ചതച്ചത്, തക്കാളി അരിഞ്ഞു വെച്ചത് ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റാം. കുറച്ച് ഗരം മസാല ചേർക്കാം. അത് കഴിഞ്ഞ് നന്നായി ഒന്ന് വഴന്ന് വന്നാൽ അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച മീൻ കഷ്ണങ്ങൾ മെല്ലെ എടുത്ത് വയ്ക്കാം. എന്നിട്ട് കുറച്ച് നമ്മൾ ഫിഷ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതും കൂടെ ഒഴിച്ചിട്ട് അടച്ച് മൂടി വയ്ക്കാം. അതുപോലെ അത് അടുപ്പത്ത് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് വെച്ചിട്ട് കുക്ക് ചെയ്യാം. ബിരിയാണി ദമ്മ് വെക്കാനായി സെറ്റ് ചെയ്തെടുക്കാം. എല്ലാം ഓരോ ലെയറായി ചേർക്കണം. ആദ്യം തന്നെ മസാല ഇട്ട് വെക്കാം. അതിന്മേലെ റൈസ് ചേർത്ത് പിന്നീട് അതിൽ കുറച്ച്
ചെറുനാരങ്ങ നീര്, മല്ലിച്ചപ്പ്, പുതിന, വറുത്ത് വെച്ച ഉള്ളി, കിസ്മസ്, കാഷ്യൂനട്ട്. വീണ്ടും കുറച്ച് റൈസ് ഇട്ട് അതിന്മേലെ മീൻ കഷ്ണങ്ങൾ വെച്ച് മല്ലിച്ചപ്പ്, പുതിന ഇതൊക്കെ ചേർത്ത് എല്ലാം റെഡിയായതിനു ശേഷം മേലെയും താഴെയും ചിരട്ടക്കണൽ വെച്ച് നന്നായി ദമ്മ് ചെയ്യാം. നമ്മൾ തയ്യാറാക്കി വെച്ച ചിരട്ടക്കണല് മുകളിലും താഴെയും ഒരുപോലെ ഇട്ടിട്ട് കുറച്ചു നേരം ദമ്മ് ചെയ്തെടുക്കണം. ഫിഷ് ബിരിയാണി റെഡിയായി. ഇനി നമുക്കത് ഒരു ഇലയിലേക്ക് സെർവ് ചെയ്യാം. ഫിഷ് ബിരിയാണി റെഡി. ഇറ്റ്സ് ടേസ്റ്റി അല്ലേ ആവിനി? അമ്മമ്മ ഫിഷ് ബിരിയാണി സൂപ്പർ. പ്ലീസ് വ്യൂ, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ 1985 V5.